വീട്ടിലെ പ്രസവത്തെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത് കുറ്റകരമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. അശാസ്ത്രീയ മാർഗങ്ങളിലൂടെയുള്ള പ്രസവം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണിയാണെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറത്ത് പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. കേസിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു. അതേസമയം മനുഷ്യരിലെ പ്രസവം ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണെന്നും വൈദ്യമേൽനോട്ടം അത്യാവശ്യമാണെന്നും പൊതുജനാരോഗ്യ പ്രവർത്തക ഡോക്ടർ ഷിംന അസീസ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഗാർഹിക പ്രസവത്തിന്റെ ബുദ്ധിമുട്ട് എന്താണ്, റിസ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എന്നെക്കാൾ നന്നായി ഒരു ഗൈനക്കോളജിസ്റ്റിന് പറയാൻ സാധിച്ചേക്കും. എങ്കിലും വൈദ്യശാസ്ത്രം പഠിച്ച ഒരു പൊതുജനാരോഗ്യ പ്രവർത്തക എന്ന രീതിയിൽ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, വീടുകളിൽ പ്രസവിക്കുന്നത് ഏത് നിമിഷവും വലിയ ആപത്തുകളിലേക്ക് കടന്നു ചെല്ലാവുന്ന ഒരു അവസ്ഥയാണ്. ഗർഭം തുടങ്ങുന്ന സമയത്ത് ഈ വിഷയങ്ങൾ, അതിനെ തുടർന്ന് ഈ അയൺ ടാബ്ലറ്റും കാൽസ്യം ടാബ്ലറ്റും കഴിക്കാതിരിക്കുന്ന സമയത്ത് വിളർച്ച കാരണം കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഓക്സിജനും ഭക്ഷണവും എല്ലാം കുഞ്ഞിലേക്ക് പ്ലാസന്റയിലൂടെ ചെല്ലുന്നത് അമ്മയുടെ രക്തം എന്ന മാധ്യമത്തിലൂടെയാണ്. അതുപോലെ പ്രസവശേഷം അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കുഞ്ഞിന്റെ അമ്മയ്ക്ക് അമിത രക്തസമ്മർദ്ദമോ അല്ലെങ്കിൽ പ്രമേഹമോ ഗർഭകാലത്തുള്ള പ്രമേഹമോ ഉണ്ടെങ്കിൽ അതിന്റെ പല പ്രശ്നങ്ങളും കുഞ്ഞിനുണ്ടാവാം. കുഞ്ഞ് സമയത്തിന് മുമ്പ് പുറത്തു വരാം, പ്രീമച്വർ ബർത്ത് ഉണ്ടാവാം, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി പ്രസവ സമയത്താണെങ്കിൽ പ്രസവശേഷമുള്ള രക്തസ്രാവം, കുഞ്ഞ് പൂർണ്ണമായി പുറത്തേക്ക് വരാതിരിക്കുക, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കോംപ്ലിക്കേഷനുകൾ എനിക്ക് ഇതിൽ ചൂണ്ടിക്കാണിക്കാനാകും. അപ്പൊ ഇതൊന്നും തന്നെ ഒരാളും പ്രതീക്ഷിച്ചു നിൽക്കുന്നതല്ല, ഇത് ഏത് നിമിഷവും വന്നു ചേരാവുന്ന അവസ്ഥകളാണ്. അതിന് ഒരു ആശുപത്രിയും അവിടെയുള്ള ഒരു സിസ്റ്റം അത്യാവശ്യമാണ്. അതില്ലാതെ ഇത് മാനേജ് ചെയ്യാൻ കഴിയില്ല. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ജീവാപായം വരെ ഉണ്ടാവും, അതിൽ ഒരു സംശയവും. മനുഷ്യരിലെ പ്രസവം ഏറെ സങ്കീർണതകളുള്ളതാണ്. ഏത് നിമിഷവും അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അത് ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ തൊട്ട് പ്രസവശേഷം രണ്ടുപേരും രണ്ടായി മാറി രണ്ടുപേരും സെറ്റിൽ ആകുന്ന ഒരു ക്രിട്ടിക്കൽ പീരീഡ് കഴിയുന്നത് വരെ അവിടെ വൈദ്യ മേൽനോട്ടം ആവശ്യമുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ വേണം, നിങ്ങളുടെ ഏറ്റവും യുവാക്കളും ഏറ്റവും ഈ ഒരു ചോദ്യം നേരിട്ട് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നവരുമാണ് കുടുംബത്തിലും സമൂഹത്തിലും ഈ ശരിയായ ജ്ഞാനം പ്രചരിപ്പിക്കേണ്ടത്, ശരിയായ നോളജ്, ശരിയായ ഡാറ്റ പ്രചരിപ്പിക്കേണ്ടത്. അതിനു പകരം നിങ്ങൾ തന്നെ ഇത്തരം കുപ്രചാരണങ്ങൾക്കും ഇത്തരം തെറ്റായ പ്രവണതകൾക്കും പിന്നാലെ പോകുന്ന സമയത്ത് ഇവിടെ ഇനിയും അപകടങ്ങൾ വർദ്ധിക്കും, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും. അത് തടയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്.